ഒരു മകൻ തൻ്റെ പ്രായം ചെന്ന അച്ഛനുമായി ഒരു വൈകുന്നേരം അത്താഴത്തിനായി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അച്ഛൻ വളരെ പ്രായം ചെന്നതും ദുർബലനുമായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ്റെ ഷർട്ടിലും മുണ്ടിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണു. മകൻ അത് കണ്ട് ശാന്തനായിരിക്കുമ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ചില എഞ്ചിനീയർമാർ അടക്കം മറ്റുള്ളവർ അവൻ്റെ അച്ഛനെ വെറുപ്പോടുകൂടി നോക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലജ്ജയുമില്ലാതെ മകൻ നിശബ്ദമായി അച്ഛനെ പതുക്കെ പിടിച്ച് വാഷ്റൂമിലോട്ട് കൊണ്ടുപോയി ഭക്ഷണ അവശിഷ്ടങ്ങൾ വളരെ ശാന്തതയോടുകൂടി തുടങ്ങി കറകൾ നീക്കം ചെയ്തു. മുടി ചീകി കണ്ണട ഉറപ്പിച്ചു കൊടുത്തു. അവർ വാഷ്റൂമിൽ നിന്നും പുറത്തു വന്നപ്പോൾ റെസ്റ്റോറൻറ്റ് മുഴുവൻ അവരെ നിശബ്ദതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരാൾക്ക് എങ്ങനെ സ്വയം ഇത്തരം ലജ്ജാകരമായ പ്രവർത്തികൾ പരസ്യമായി ചെയ്യാൻ കഴിയുന്നു എന്ന ഭാവമായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. മകൻ ബില്ല് കൊടുത്ത് അച്ഛനോടൊപ്പം പുറത്തിറങ്ങി തുടങ്ങി. ആ സമയത്ത് അവിടെ ഇരുന്ന് എഞ്ചിനീയർമാരിൽ അല്പം പ്രായം ചെന്നയാൾ ആ മകനെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും ഉപേക്ഷിച്ചു എന്ന് കരുതുന്നില്ലേ? മകൻ മറുപടി പറഞ്ഞു, ഇല്ല സാർ, ഇല്ല, ഒന്നും ഉപേക്ഷിക്കുകയോ മറന്നു വെക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഉണ്ട്, നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോ മക്കൾക്കും ഒരു പാഠം നൽകി. ഓരോ പിതാവിനും പ്രതീക്ഷകൾ നൽകുന്നു. റെസ്റ്റോറൻറ്റ് നിശബ്ദമായി. അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരുടെയും മനസ്സിലേക്കും ആ ദൃശ്യങ്ങൾ വളരെ മനോഹരമായി തോന്നാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം മനസ്സിലാക്കാൻ നിങ്ങൾ കുട്ടികളെ സ്വയം വളർത്തണം. നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് നമ്മളെ വളർത്തിയത്. അവർ നമുക്കായി നിരവധി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മാതാപിതാക്കളെ ഏതവസ്ഥയിലും നിരുപാധികമായി പരിപാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അവർ മാത്രമാണ് നമ്മളെ വളർത്തിയത്. അതിനാൽ അവർ നമ്മളെ എങ്ങനെയാണോ ചെറുപ്പത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് അതേപോലെ അവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. താമസിയാതെ നമ്മൾ അവരുടെ സ്ഥാനത്തേക്ക് എത്താം. അവരോട് പരുഷ വാക്കുകൾ പറയാതെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് അവരെ സ്നേഹിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.